വീട് കയറി ആക്രമണം, ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 2 പ്രതികൾ പിടിയിലായി. അയൽവാസികളായ വയോധികരെ വീട്ടിൽ കയറി തെറി പറഞ്ഞ പ്രതികളെ ചോദ്യം ചെയ്ത അയൽവാസിയായ വള്ളികുന്നം തളിരാടി കല്ലിൽ വീട്ടിൽ 48 വയസ്സുള്ള നൌഷാദിന് തലയ്ക്കാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ നൌഷാദിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു സംഭവം. നൌഷാദിൻ്റെ അയൽവാസിയായ ഗീത നിവാസിൽ കാർത്തികേയൻ്റെ കൊച്ചുമകൻ കണ്ണനെ തിരക്കിയാണ് അക്രമികൾ എത്തിയതെന്ന് സമീപവാസികൾ പറഞ്ഞു. കണ്ണൻ വീട്ടിലില്ലെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വീട് ചവിട്ടി തുറന്ന് വൃദ്ധരായ ദമ്പതികളെ അസഭ്യം പറയുന്നത് കേട്ട് ചോദ്യം ചെയ്ത നൌഷാദിനെ കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ ഉപയോഗിച്ച് അടിച്ച ശേഷം കമ്പി കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. സംഭവത്തിലാണ് കരുനാഗപ്പള്ളി പാവുമ്പ സ്വദേശി 18 വയസ്സുള്ള റാഫിയെയും പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതിയെയും വള്ളികുന്നം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും വള്ളികുന്നം SHO അറിയിച്ചു. കാറ്ററിങ്ങിൻ്റെ വർക്കായിരുന്നു. കാറ്ററിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് കുളിക്കാൻ വേണ്ടി ബാത്റൂമിട്ട് കയറിയപ്പോൾ അവിടെ ഭയങ്കര ചീത്തവിളി കേൾക്കുന്നത്, വടക്കേപ്പുറത്ത് ഭയങ്കര ചീത്തവിളി കേൾക്കുന്നതുകൊണ്ട് ഞാൻ എന്തോ വടക്കപ്പുറത്ത് ഇറങ്ങി നോക്കിയപ്പം പഠിക്കുകയല്ല, അമ്മ പടിഞ്ഞിട്ട് നോക്കി നിൽക്കുക. അന്നേരം ഞാൻ എന്തോ ചെയ്തു, ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ കാണാം അവിടെ 2 പ്രായമുള്ള മനുഷ്യരുണ്ട് അവിടെ, ഒരു അച്ഛനും അമ്മയും. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഒന്ന് ചീത്ത വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മക്കളെ ചീത്ത വിളിക്കാടാ, അത് പ്രായമുള്ള മനുഷ്യരല്ലെന്ന് പറഞ്ഞ് അത് ഇവിടുത്തെ അവൻ എൻ്റെ അമ്മയ്ക്ക് വിളിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വിളിച്ചെങ്കിൽ അത് നീ അവനിപ്പോൾ ചോദിച്ചാൽ പോരെ, എന്തിനാ ഇവിടെ വന്ന് ചെയ്താൽ അവർ പ്രായമുള്ള മനുഷ്യർ അവരുടെ അടുത്ത് എന്തോ പറയാനെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ചോദിക്കാൻ വന്നാൽ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഈ വിഷയം നടന്ന കൂട്ടത്തിൽ യവന്മാർ 3 പേരുണ്ടാവും. ഒരുത്തൻ്റെ കയ്യിലാണെങ്കിൽ ഈ സ്പ്രേ ഇരിപ്പുണ്ടായിരുന്നു. എന്തോന്നറിയാൻ വേണ്ടി ഞങ്ങളുടെ അനിയച്ചാർ അങ്ങോട്ട് വന്ന് ഇതെന്തോ എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞ് പിടിച്ച് ചോദിക്കുക. അന്നേരം 2-3 പേര് വന്നാൽ നമുക്ക് അമ്മരെ പോലീസിനെ വിളിക്കാം, ഇത് അമ്മമാർ ഇവിടെ ഉള്ളവന്മാരല്ല, ഇത് ഇവിടെ നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് സ്റ്റേഷനിൽ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് മൊബൈൽ എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ പടിയിട്ടിൽ അദ്ദേഹത്തിൻ്റെ മൊബൈലൊക്കെ തട്ടിപ്പറിച്ചിട്ട് ഇവൻ പിന്നെ ഈ സ്പ്രേ അടിക്കുമായിരുന്നു. സ്പ്രേ അടിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഉമ്മായും എല്ലാവരും അപ്പുറം വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ മൊത്തത്തിൽ കറങ്ങി കൂടി സ്പ്രേ അടിച്ചിട്ട് ഇവൻ പുറത്തിരുന്നത് കമ്പി, ഇത് നമ്മൾ കമ്പിയൊന്നും നമ്മൾ കണ്ടില്ല, അടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അടിക്കും കൊല്ലുമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഉച്ചത്തെ പറഞ്ഞു. പക്ഷേ അവർ എന്തോ ലഹരികളൊക്കെ ഉപയോഗിച്ചേക്കുമാർ, ലഹരികളൊക്കെ ഉപയോഗിച്ച് ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് നമുക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ കമ്പി പുറത്ത് നൂരി ഒറ്റ അടിക്കുമായിരുന്നു. അടിച്ചിട്ട് ഇവനങ്ങ് ഓടി ഇവൻ തട്ടി കമന്നടിച്ചിട്ട് വീഴുന്നത് ഞാൻ കണ്ട്. പിന്നെ എനിക്ക് തലയുടെ ആ ഒരു പെരുപ്പായതുകൊണ്ട് എനിക്ക് പിന്നെ ഒന്നും വരാൻ പറ്റില്ല. ബ്ലഡ് നല്ലപോലെ ഒഴുകി എൻ്റെ ഈ കണ്ണിക്കൂടെ കഴിഞ്ഞാൽ ഒഴുകി മാറുമായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ മോൾ ഓടി വന്നപ്പോഴത്തേക്ക് കുഞ്ഞിത് ബ്ലഡെല്ലാം കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞ് മറിഞ്ഞങ്ങ് വീണ്. അപ്പോൾ എന്നെ ഉമ്മാക്കാണെങ്കിൽ ഇപ്പോൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമായിരുന്നു. അപ്പം മറ്റൊന്നും ഈ ഇതുകൂടെ അടിച്ചപ്പോഴത്തേക്ക് ഉമ്മയുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല.